ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. വിൻബിൾ അക്കാഡമിയുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സിമി, ഞാൻ കോട്ടയം സ്വദേശിനിയാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റും ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലറും ഒക്കെയാണ്. മോട്ടിവേഷണൽ ക്ലാസ്സുകളും ചെറിയ തോതിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആ ഒരു ആഗ്രഹമാണ് എന്നെ വിംബിൾ അക്കാഡമിയുടെ ട്രെയിൻ ദ ട്രെയിനർ എന്ന ഒരു കോഴ്സിലേക്ക് അട്രാക്ട് ചെയ്തത്. ഞാൻ ഈ കോഴ്സിലെ 21st ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ മൊഡ്യൂൾ തന്നെയാണ്. കാരണം ഒരു നല്ല ട്രെയിനർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരാൻ പാകപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് ഫൈസൽ സാർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സാറിന്റെ ക്ലാസ്സുകൾ തന്നെയാണ്. ഓരോ ക്ലാസ്സും സാർ എടുക്കുന്നത് നമ്മളെ നല്ല ഒരു ട്രെയിനർ ആക്കി മാറ്റാനായിട്ട് പാകപ്പെടുത്തുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഫൈസൽ സാറിന് ഞാൻ പ്രത്യേകമായിട്ട് താങ്ക്സ് പറയാൻ കൂടെ യൂസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല ട്രെയിനർ ആകണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം അവസരങ്ങളാണല്ലേ. അതുകൊണ്ട് തന്നെ ഈ വിംബിൾ അക്കാഡമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആണ് ഈ ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ഈ സെഷനിലേക്ക് വന്നാൽ നമ്മുടെ ഈ സെഷൻ ഇന്ന് ലീഡ് ചെയ്യുന്നത് ബിന്ദു മാം ആണ്. മാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ലൈഫ് കോച്ച് ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പേരന്റ് കോച്ചും കൂടെയാണ്. കാരണം ഞാൻ മാഡത്തിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ടോക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാനിടയായി. ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ പേരന്റിങ് എന്നുള്ളത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ഒരു ക്ലാസ് തന്നെയായിരുന്നു മാം എടുത്തത്. ഇന്ന് മാം എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോസ്റ്ററിങ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻ എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം നമ്മളുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് അവരുടെ ലൈഫിന്റെ വിജയത്തിനും അതോടൊപ്പം തന്നെ ചലഞ്ചസുകളെ ഫേസ് ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാമിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ തന്നെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന നമ്മുടെ വിംബിൾ അക്കാഡമിയിലെ ഫൈസൽ സാറിനും അതോടൊപ്പം തന്നെ ജാസ്മിൻ മാമിനും പ്രത്യേകമായിട്ട് നന്ദി പറയാനൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബിന്ദു മാമിനെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. Thank you so much, Simi, for the wonderful introduction. It really means a lot. സിമി പുതിയ ബാച്ചിലെ മെമ്പറാണ്. ഇത്രയും കോൺഫിഡൻസോടു കൂടി എന്നെ പറ്റി പറയാനും അതേപോലെ വിൻബിൾ അക്കാഡമിയെ പറ്റി പറയാനും ഒക്കെ ആ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് അല്ലേ, ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സിമി ആ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് അല്ലേ. സോ അതേപോലെ തന്നെ ഇപ്പം എന്നെ പറ്റി അധികം അറിയില്ലെങ്കിലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിലൂടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എൻ്റെ പാഷൻ എന്താണെന്നും മനസ്സിലാക്കി സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. And I really am grateful for that such a lovely introduction. Thank you, ma'am. So, good evening, everyone. എല്ലാവർക്കും സുഖമല്ലേ? I hope everyone is doing well. ഈ ഒരു സെഷനിൽ വന്ന എല്ലാവർക്കും my warm welcome. So I want it to be an interactive session because നമ്മളെല്ലാവരും ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണെങ്കിലും കോൺഫിഡൻസ് എന്ന് പറയുന്ന ഇന്നത്തെ സമയത്ത് നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇത് നമ്മൾ കുട്ടികളിൽ ഇപ്പോഴേ നർച്ചർ ചെയ്താൽ നമ്മളൊക്കെ പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടും ഇതിൽ നിന്നൊക്കെ മാറി നിന്നവരാണ്. കാര്യം നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ലാതെ. സോ നാളത്തെ ഒരു ജനറേഷനെ നമുക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വളർത്താം എന്നുള്ളതാണ്.
So as Simi said, I'm Bindu Sarji. I am a psychologist, a life coach and a parent coach. And parent coaching ആണ് എൻ്റെ ഏറ്റവും passionate ആയിട്ടുള്ള field because I love to do something for children. Children വേണ്ടി ഞാൻ അത് ചെയ്യണമെങ്കിൽ I have to spread that awareness among parents. നമ്മൾക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ നാളത്തേക്ക് റെഡിയാക്കി കൊണ്ടുവരാം, അതായത് ഈ നാളെ വളർന്നു വരുന്ന ആ ഒരു ജനറേഷനെ എത്രത്തോളം നന്നായിട്ട് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ, ഒരു കോൺഫിഡൻസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് വളരാൻ നമ്മൾ ആസ് പേരൻസ്, ആസ് അഡൾട്ട്സ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പാഷൻ. സോ ഐ വെൽക്കം യു ഓൾ ഇൻ ദിസ് സെഷൻ വേർ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് fostering confidence in children. So, yeah, as I said, it's going to be an interactive session. I would really want all of you to participate. ചെറിയ questions ആയിരിക്കാം. So whatever you feel, ഇവിടെ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഇവിടെയാണ് കാണിക്കേണ്ടത് അല്ലേ? നമ്മൾക്കും ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ്. So just there's nobody to judge anyone. So നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. So let me begin with confidence. So what is this confidence, or what does confidence mean to you? ആർക്കെങ്കിലും unmute ചെയ്ത് പറയാവോ? അല്ലെങ്കിൽ you can put it in the chat box as to what confidence means to you. നമ്മിൽ തന്നെയുള്ള വിശ്വാസം. Absolutely right. Thank you. ജിഷയാണോ? അതെ മാം, ജിഷയാണ്. Thank you. Okay, so നമ്മൾ തന്നെയുള്ള വിശ്വാസം. So anybody else has any other opinion about what confidence means to you? Okay, moving on. How do you rate your confidence level on a scale of 1 to 10? How confident are you? നിങ്ങൾക്ക് ആ numbers chat boxil ഇടാം. ഇപ്പം you feel that you're 5 midway, you can put 5 or whatever it is. So ആ ഒരു confidence level നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്നാണ് അത് വിശ്വസിക്കുന്നത്? You can just type in the numbers there on a scale of 1 to 10. Wow, amazing. Venu says 10. Sajna says 7. Fajrini says 9. Thank you all. Thank you for the wonderful response. So, നമ്മുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ലെവല് ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ അപ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികളിൽ നമ്മൾ അവരുടെ കോൺഫിഡൻസിനെ നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മുടെ കുട്ടികൾ പല കാര്യങ്ങളിലും ആ കോൺഫിഡൻസ് കാണിക്കുമ്പോൾ നമ്മൾ അവരെ അഡ്മയർ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ടോ? That I see the confidence in you to do so and so എന്നുള്ളത് നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ടോ? Okay, thank you. Sajna says yes. Thank you very much. That's wonderful. So നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓൺ ഐഡിയാസ് ഉണ്ട് അല്ലെ, എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫോർ ഈച്ച് വൺ ഓഫ് us ഓരോ രീതിയിലാണ് നമ്മുടെ കോൺഫിഡൻസ് പോർട്രേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ്സ് എ മ്യൂസിഷ്യൻ, ആ മ്യൂസിഷ്യന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരുടെ മുന്നിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ആ മ്യൂസിഷ്യന്റെ കോൺഫിഡൻസ്. അതേപോലെ ഒരു സ്റ്റുഡൻറ്റിന് എന്തായിരിക്കും ആ സ്റ്റുഡൻറ്റിന്റെ കോൺഫിഡൻസ്? ഒരു എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ആ ഒരു കുട്ടിയുടെ കോൺഫിഡൻസ്. ഫോർ എൻ അത്ലറ്റ്, മേ ബി ആ ഒരു സ്പോർട്ട് അതിൽ എക്സൽ ചെയ്യുക, അണ്ടർ പ്രഷർ പെർഫോം ചെയ്യുക കോൺഫിഡൻസോടുകൂടി. സോ ഇങ്ങനെ ഓരോരുത്തരും. അതേപോലെ പേരൻസ് ആവുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കോൺഫിഡൻസ്? എങ്ങനെ നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താം, ഇതൊക്കെ നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ആസ് എ പേരന്റ് അല്ലേ? What does this confidence actually means? As Disha ma'am പറഞ്ഞതുപോലെ, it's believing in yourself. നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് ആ കോൺഫിഡൻസ്. എങ്ങനെയുള്ള വിശ്വാസം? ദാറ്റ് നമ്മുടെ എബിലിറ്റീസ് ആൻഡ് നമ്മുടെ ആ എബിലിറ്റീസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് with all the authenticity and without any fear of judgment. അതായത്
മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുമെന്ന് ചിന്തിക്കാതെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്, എൻ്റെ ഫീലിങ്സ് ഇതാണ് എന്നുള്ളത് മറ്റുള്ളവരോട് വളരെ വ്യക്തമായും ഓത്തൻറ്റിക്കായും, അതായത് സത്യസന്ധമായും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്. സോ ആസ് പേരൻസ് ഓർ ആസ് അഡൾട്ട്സ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് ഒരു 3 മെയിൻ തിങ്സ് ആണ് നമുക്ക് അവിടെ പോയിന്റ് ചെയ്യേണ്ടത്. അതായത് ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ അവെയർ ആയിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് ഇസ് വി ഹാവ് ടു റിയലൈസ് ദാറ്റ് നമ്മുടെ എവറി ഡേ ഇന്ററാക്ഷൻസ് ക്യാൻ ക്വയറ്റ്ലി ചിപ്പ് അവേ ദ ചൈൽഡ്സ് കോൺഫിഡൻസ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വി ഓൾ വോണ്ട് ദ ബെസ്റ്റ് ഫോർ ആർ ചിൽഡ്രൻ, അല്ലേ? നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കള് ചീത്തയായി പോകണമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികൾ നന്നായി മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്ക് നമ്മളുടെ എവറി ഡേ ഇന്ററാക്ഷൻ വിത്ത് ദം, അതായത് നമ്മൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ ഓരോ ചെറിയ വാക്കാവാം, ഒരു നോട്ടമാവാം, എന്തായിരുന്നാലും ആ ഒരു സാധനം നമ്മൾ അറിയാതെ തന്നെ അവരുടെ ആ കോൺഫിഡൻസിനെ എടുത്തു കളയുന്നു. സെക്കൻഡ് ഇസ് റിമെമ്പർ ദാറ്റ് behind every young child who believes in themselves there is a parent who already believed in them. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടി എങ്ങനെയാണ് അതിലുള്ള കോൺഫിഡൻസ് ആ ബിലീഫ് ഉണ്ടാക്കുന്നത്? ആ കുട്ടിക്ക് പുറകിലുള്ള പേരൻസ് അതിൽ വിശ്വസിക്കുന്നു. അതായത് ആ കുട്ടിയുടെ സ്ട്രെങ്സും അതിൻ്റെ വീക്ക്നെസ്സും മനസ്സിലാക്കി ആ കുട്ടിയിൽ അവർ കൊടുക്കുന്ന ആ ഒരു വിശ്വാസമാണ് ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത്. അതേപോലെ എൻകറേജിങ് ദ ചൈൽഡ് ടു ട്രൈ നോട്ട് ടു ബി പെർഫെക്റ്റ്. നമ്മൾ ഇന്നത്തെ ലോകത്ത് എല്ലാവരും പെർഫെക്ഷന് വേണ്ടി ഓടുന്നവരാണ്. എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പെർഫെക്റ്റ് ആവാൻ ട്രൈ ചെയ്യുന്നതല്ല. നമ്മളുടെ ഓത്തൻറ്റിക് എന്താണ് നമ്മൾ ഇപ്പോൾ എന്നുള്ളത്, എൻ്റെ ഫീലിങ്സും എൻ്റെ വീക്ക്നെസ്സും എൻ്റെ സ്ട്രെങ്സും മനസ്സിലാക്കി എങ്ങനെ ഞാൻ മുന്നോട്ട് പോവുക എന്നുള്ളത്, അതായത് ബ്രേവായിട്ട് മുന്നോട്ട് പോവുക, അതിൽ പെർഫെക്ഷൻ അല്ല നോക്കേണ്ടത്. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അവെയർ ആയിട്ട് ഇരിക്കേണ്ടത് കുട്ടികളെ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ. സോ ഇവിടെ നമുക്കൊരു ചെറിയ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇതിന് റെലവെന്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. Can you hear me? Can you hear this? കേൾക്കുന്നുണ്ടോ? ആ ചെറുതായി കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നില്ല. വീഡിയോ കാണുന്നില്ല മാം. വീഡിയോ കാണുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. Yes, audio, but can't see the video. കേൾക്കുന്നില്ല? Yes, audio only ma'am. Audio മാത്രമുണ്ട്, വീഡിയോ കാണുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ? No, no ma'am, കാണുന്നില്ല. ഇപ്പൊ കണ്ടായിരുന്നോ അത്? ആ കണ്ടായിരുന്നു.
കണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്താണ് നിങ്ങൾ കണ്ടതെന്ന്? അല്ല, അത് മനസ്സിലായില്ല പെട്ടെന്ന്. അതെ, പെട്ടെന്ന് പോയി. ആണോ? മാം ഓക്കെ. ഒന്ന് ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യണോ? ഒന്ന് നോക്കിക്കോളൂ. ആ ആ. खा लो, आलू की सब्जी है और पूरी है। खा लिया? तूने खा लिया खाना? तूने खा लिया? हेलो गाइस, खाना खा लो, चुपचाप से खा ले जा। ഇപ്പൊ കണ്ടായിരുന്നോ? കണ്ടു. മനസ്സിലായില്ല എന്താ നടന്നതെന്ന് അല്ലേ? അവിടെ ഡയലോഗ് ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോഴ കുട്ടികൾക്കൊക്കെ എന്താണ് ഇഷ്ടം? ലൈക്ക് റീൽസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. സോ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ കുട്ടി അതിന്റെ അമ്മ അതിന് പൂരി ആൻഡ് ബജി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ആ കുട്ടിയെ ഫോൺ എടുത്തിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. ഗൈസ് നോക്കൂ, എൻ്റെ അമ്മ എനിക്ക് പൂരി ഉണ്ടാക്കി തന്നു, എനിക്ക് കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ ആ കുട്ടി ആ പ്ലേറ്റുമായിട്ട് കിച്ചണിലോട്ട് ചെന്നിട്ട് ആ പൂരി എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അത് കാണിക്കുമ്പം അതിൻ്റെ അമ്മ അതിനെ സ്ലാപ്പ് ചെയ്തു. സ്ലാപ്പ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഫേസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഷി ഗോട്ട് എ ഷോക്ക് ഓഫ് ഹർ ലൈഫ്. അതായത് ആ കുട്ടി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു ഇതെന്ന് പറയുന്നത്, അന്നേരം ആ അമ്മ ചെയ്ത ആ ഒരു ഇത്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഈ കുട്ടിക്ക് ഇനി ആ ഫിയർ ഓഫ് ജഡ്ജ്മെന്റും ഫെയിലിയറും ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ദാറ്റ് ആ കുട്ടിക്ക് പറ്റുമോ ഇനി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ആ കുട്ടി മുന്നോട്ട് വരുമോ? വാട്ട് ഡു യു തിങ്ക്? യെസ് ഓർ നോ യു ക്യാൻ ടൈപ്പ്. Do you think that the child will have the confidence to come up, in future to do something in front of her mother? No, No. right? Yeah. No. So it becomes hard for the child. സി ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഐ ക്യാൻ ടെൽ ആൻ എക്സാമ്പിൾ. ഞാൻ ചെറുതിലെ തൊട്ട് ഡാൻസ് പഠിച്ച ആളാണ്. ഭരതനാട്യം സ്കൂളിൽ പഠിക്കുമായിരുന്നു. സോ അപ്പം ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല എക്സ്പ്രസീവ് ആൻഡ് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു. സോ അപ്പം ഞാൻ ഡാൻസ് ചെയ്ത് എൻ്റെ ഒരു 5th grade ഒക്കെ ആയപ്പോഴേക്കും പ്രോഗ്രാംസിനൊന്നും എന്നെ എടുക്കത്തില്ല. ലൈക്ക് ഞാൻ കുറച്ച് വളർന്നു, എനിക്ക് ഇതായി വന്നപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എന്നെ പ്രോഗ്രാംസ്, അതായത് ആനുവൽ ഡേ ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ വേറെന്തെങ്കിലും പ്രോഗ്രാംസ്, ഇപ്പം ഓണം പ്രോഗ്രാം അങ്ങനെയൊന്നും എന്നെ എടുക്കത്തില്ല ഡാൻസിന്. അപ്പം വൺ ഡേ വെൻ ഐ വാസ് ഇൻ 6th grade ഞാൻ നോക്കുമ്പോൾ ഞാൻ എത്ര നന്നായിട്ട് ഡാൻസ് ചെയ്താലും എന്നെ എടുക്കുന്നില്ല. സോ ഞാൻ ഒരു ഡാൻസ് സെഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഒരു കോൺവെന്റ് സ്കൂളായിരുന്നു. അവിടുത്തെ നണ്ണ് എൻ്റെ ഡാൻസ് ടീച്ചർ പറഞ്ഞു, ബിന്ദുവിനെ നമുക്ക് ഡാൻസിന് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അന്ന് നണ്ണ് പറയുന്നത് ഞാൻ കേട്ടു, ഇല്ല കുട്ടി കറുത്തിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വെളുത്ത കുട്ടികളെ മാത്രം എടുത്താൽ മതിയെന്ന്. So that time when I heard that, I really lost all my confidence in myself. ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് ഇനി ഡാൻസ് ചെയ്യണമെങ്കിൽ ഞാൻ വെളുത്തിരിക്കണം, എന്നാൽ മാത്രമേ എനിക്കിനി എവിടെയെങ്കിലും എന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. സോ അന്ന് ഞാൻ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തതാണ്. ലൈക്ക് ഡാൻസ് പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, ഞാൻ അന്ന് നിർത്തി. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എൻ്റെ ടീച്ചർ തന്നെ വന്ന് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ബിന്ദു ഡാൻസ് ചെയ്യുന്നില്ല, നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണല്ലോ. സോ ഐ ജസ്റ്റ് സെഡ്, എനിക്ക് കാലുവേദന എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഡാൻസ് ചെയ്യാത്തത്. എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലായിരുന്നു പറയാനായിട്ട് ദാറ്റ് ഇത് കാരണമാണ് ഞാൻ ഡാൻസിന് വരാത്തതെന്ന്. അപ്പം അവിടെ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട്, ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിങ്, പക്ഷെ ഞാൻ അന്ന് അത് അവിടെ ലീവ് ചെയ്തു. പിന്നെ ഞാൻ ഒരു ഡാൻസ് ക്ലാസ്സിനായിട്ട് പോയിട്ടില്ല. കാര്യം that did actually affect me a lot. അപ്പം എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാനൊരു നല്ല ഡാൻസർ ആണ്, നന്നായിട്ട് ചെയ്യുമെന്നൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസ് എന്നിൽ നിന്ന് പോയി. സോ ഇതുപോലാണ് കുട്ടികൾക്ക്, അവർക്ക് നമ്മൾ പേരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ പ്രൈമറി കെയർ ഗീവേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ വാലിഡേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വി ലുക്ക് അപ്പ് ടു ദെം, അല്ലേ? നമ്മുടെ കുട്ടികൾ ഒരു കാര്യം, ഒരു എന്തായിക്കോട്ടെ, ഒരു ഡ്രോയിങ് ആയിക്കോട്ടെ, പുതിയതായിട്ടൊരു കാര്യം അവർ ചെയ്തെങ്കിൽ ഓടി നമ്മളോടാണ് വരുന്നത്, കാണിച്ചു കൊടുക്കുന്നു. ഇപ്പം സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് കാണിച്ചു കൊടുക്കും ഇത്. അപ്പം അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വാലിഡേഷൻ ആണ് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്.
സോ ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് കുട്ടികളുടെ ഈ ഒരു കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞതുപോലെ പേരൻസ് ആയ നമ്മൾക്ക് വി വാണ്ട് ദ ബെസ്റ്റ് ഫോർ ആർ ചിൽഡ്രൻ, പക്ഷെ നമ്മൾ അറിയാതെ അൺകോൺഷ്യസ്ലി നമ്മളുടെ സോഷ്യൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് അല്ലെ സ്കൂളിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾക്ക് അറിയാതെ നമ്മളുടെ ഉള്ളിലുണ്ട്. സോ ഈ കാര്യങ്ങൾ ഇറ്റ് can affect our child's confidence. So ആ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ അവെയർ ആയിരിക്കേണ്ടത്. I am going to talk about 10 points which are going to affect the confidence of our children, which we think is not relevant. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അത്രയും, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു, എവ്രി ഡേ ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കാം ആ കുട്ടിയുടെ കോൺഫിഡൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് those things that affects the confidence of our children. First and foremost is comparison. The biggest enemy that we can or we have created is comparison. നമ്മളെ കുട്ടികളെ അവരുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, നമ്മൾ ആരുമായിട്ടും നമ്മുടെ കുട്ടിയെ ഒരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അവരെ അത് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ പറയുന്നു നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കുക, അവൾ എന്താ നന്നായിട്ടാണ് പഠിക്കുന്നത്, നിനക്ക് എന്താ അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. അത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റിയും സെൽഫ് വർത്തും അവിടെ അഫക്റ്റഡ് ആവുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഓവർലി ക്രിട്ടിക്കൽ പേരൻറ്റിങ്. അതായത് ചിലർക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും എല്ലാം ജഡ്ജ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് ചെയ്യാറുണ്ട്. സോ കുട്ടികൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ്. പക്ഷേ ദർ ഇസ് എ വേ ടു കറക്റ്റ്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും? അത് അവരുടെ സെൽഫ് വർത്തിനെയും അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് എപ്പോഴും നമ്മൾ പറയാണ് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നിന്നെ അല്ലെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ തന്നെ എപ്പോഴും നീ അത് അവിടെ സ്പില്ല് ചെയ്യും, നിന്നെ കൊണ്ട് നടക്കത്തില്ല വൃത്തിയായിട്ട് കഴിക്കാൻ. സോ എന്താണ് ആ കുട്ടി വിചാരിക്കുന്നത്? ദാറ്റ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എനിക്കിത് പറ്റത്തില്ല എന്നുള്ള ആ ഒരു ഇത്. അപ്പം നമ്മളിത് അറിയാതെ ചെയ്യുന്നതാണ്. സോ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയുമ്പോൾ. തേർഡ് ഇസ് ദ ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്. സോ നമ്മളൊരു കുട്ടി നമ്മളോട് ഓടി വരികയാണ്, എൻ്റെ ടോയ് പൊട്ടിപ്പോയി, എനിക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നു. സോ വാട്ട് ഡു വി ഡു? ചിലപ്പോൾ നമ്മൾ തിരക്കിലായിരിക്കാം. അപ്പം നമ്മൾ എന്താ പറയുക, അതൊരു ടോയ് അല്ലേ, പൊട്ടിപ്പോൾ അതിനെടുത്ത് കളഞ്ഞേക്ക് എന്ന് പറയും. ബട്ട് ആ കുട്ടിയുടെ ഫീലിംഗ് എന്താണ്? അതിൻ്റെ ഫേവറേറ്റ് ടോയ് ആയിരുന്നായിരിക്കാം. അപ്പം നമ്മൾ അവരുടെ ആ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യാണ്, അതിനെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് കളയുന്നു. അപ്പം എന്ത് പറ്റുന്നു അവിടെ? ആ കുട്ടി എന്താണ് ഇറ്റ് സ്റ്റാർട്ട്സ് ഡൗട്ടിങ് ഇറ്റ്സ് ഓൺ ഫീലിങ്സ്. സ്വന്തം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോകുന്നു കുട്ടിക്ക്. കാര്യം കുട്ടിയുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ വരുന്നു. ഞാൻ ഇത് അനാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു, ഞാൻ വെറുതെയാണോ കരഞ്ഞത്? അപ്പം നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ കുട്ടിക്ക് തന്നെ കൺഫ്യൂഷൻ ആവായോ, ഞാൻ എന്തിനാ കരയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് കുട്ടി സ്റ്റാർട്ട്സ് സപ്രസിങ് ഇറ്റ് സെൽഫ്. Then the fourth is overprotection and control. That is not allowing our children to make decisions and take risk. അതായത് നമ്മൾ കുട്ടികളെ എപ്പോഴും എന്താ ചെയ്യുക, ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അവരെ ഒരു കാര്യവും തനിയെ ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. നമ്മൾ അവരുടെ ഡിസിഷൻസ് എടുക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി അത് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താ പറയുന്നത്, കുട്ടി ഇപ്പം ഒരു ഷൂ ലേസ് ടൈ ചെയ്യാണ്, വളർന്നു വരുന്ന ഒരു കുട്ടി അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, നീ ഇത് കെട്ടിയാൽ ശരിയാവത്തില്ല, ഞാൻ കെട്ടിത്തരാം. സോ അങ്ങനെ ഓരോ കാര്യവും നമ്മൾ സ്കൂൾ ബാഗ് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ അപ്പം കുട്ടി നീ ബുക്ക് മറന്നു പോകും, അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് തരാം. അപ്പം ഇങ്ങനെ നമ്മൾ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ നമ്മൾ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് അവരെ വളർത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുട്ടികൾ അവിടെ ഡിപ്പെൻഡൻ്റ് ആവും. അവർക്ക് ആ ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴും ഉണ്ടാവും. ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല എന്നുള്ളത്. പിന്നെ കുട്ടിയെ ഒരിക്കലും അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ അവിടെ ഹെൽപ്പ് ചെയ്യുന്നില്ല.
Then the fifth thing is unrealistic expectations. അതായത് ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ടൈമിലും ഒക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്താൽ നമ്മുടെ പേരൻസ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യും നമ്മൾ അത് എപ്പോഴും നന്നായി ചെയ്യാൻ. സോ expecting perfection in academics, sports and even behavior അല്ലേ? ചില സമയത്ത് നമ്മൾ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണം, നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യും നമ്മുടെ കുട്ടികളിൽ നിന്ന്. ഇപ്പൊ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ പറയും നീ ഫസ്റ്റ്, കഴിഞ്ഞ വർഷമൊക്കെ നീ ഫസ്റ്റ് ആയിട്ട് വന്നു, ഇപ്രാവശ്യവും നീ ഫസ്റ്റ് ആയി വന്നേ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇപ്പം ഒരു ടീച്ചറിന്റെ കുട്ടിയാണ് സ്കൂളിൽ പറഞ്ഞാൽ നീ എൻ്റെ മോളാണ്, ഞാൻ ഈ സ്കൂളിലെ ടീച്ചറാണ്, അപ്പം നീ ഗുഡ് ഗേൾ ആയിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. സോ ഇതൊക്കെ എന്താണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്? അൺനെസസറി സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അവരായി ഇരിക്കാൻ സമ്മതിക്കാതെ അവർക്കൊരു പ്രഷർ അവിടെ കൊടുക്കുകയാണ്. അതായത് നീ ഇങ്ങനെ ബിഹേവ് ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് മൈ ചൈൽഡ്. അപ്പോൾ ആ ടീച്ചർ പറയുന്നു ഞാൻ ടീച്ചറായിരിക്കുമ്പോൾ നീ നന്നായിട്ട് ബിഹേവ് ചെയ്താലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. സോ എന്താണിത്? കുട്ടികൾക്ക് ആ ആങ്സൈറ്റി വരുന്നു. അതായത് അവരുടെ പേരൻസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മുമ്പിൽ അവരൊരു ഡിസപ്പോയിൻമെന്റ് ആയി പോവോ എന്നുള്ളൊരു ആ ഫിയറും സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ അവിടെ ബിൽഡ് ചെയ്യുന്നു. And the sixth point is lack of encouragement and appreciation. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവർക്കും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതും എൻകറേജ് ചെയ്യുന്നതും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. സോ അതുപോലാണ് കുട്ടികൾ പ്രത്യേകിച്ച് അവരൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും അവർക്ക് അപ്രിസിയേഷൻ വേണം. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചെറുതിലേ തൊട്ട് ഇപ്പം അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുന്നു, അവരൊരു പെൻസിൽ പിടിക്കുമ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ അവർ ആ എൻകറേജ്മെന്റ് ചെറുതിലേ കണ്ടാണ് വളരുന്നത്. സോ അവിടെ ആ കുട്ടി ഒരു കാര്യം ചെയ്തിട്ട് വരുമ്പം നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യാതിരുന്നാൽ കുട്ടിക്ക് അവിടെ എന്താ പറയുന്നത്, ഐ എം നോട്ട് ബീങ് സീൻ. അതായത് ആ കുട്ടിക്ക് ഉള്ള ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അതൊരു 95% മാർക്ക് സ്കോർ ചെയ്തു. അപ്പം വീട്ടിൽ മാർക്സ് ഷീറ്റ് കൊണ്ടുവരുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ട് 100% വാങ്ങിച്ചുകൂടായിരുന്നു, ഈ 95% എന്താ, ബാക്കി 5% എവിടെ പോയി? അപ്പൊ എന്ത് പറ്റുന്നു? അവിടെ ആ കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ഞാൻ എത്ര ചെയ്താലും അച്ഛന് എൻ്റെ മാർക്കിൽ ഹാപ്പി അല്ല. അവിടെ ആ കുട്ടിയുടെ ആ മോട്ടിവേഷൻ തന്നെ ഇങ്ങനെ ഡിമിനിഷ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ സ്പോർട്സ് ചെയ്യുന്ന, എന്തുകൊണ്ട് നീ ഫസ്റ്റ് വന്നില്ല, എന്താ സെക്കൻഡ് വന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ കോൺസ്റ്റന്റ്ലി കുട്ടികളോട് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ കോൺഫിഡൻസിനെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. And the seventh point is negative labels and name calling. അതായത് നമ്മളിപ്പോൾ മോസ്റ്റ്ലി കുട്ടികളൊക്കെ നമ്മൾ തമാശയ്ക്ക് വിളിക്കും, ഇവൻ ഭയങ്കര ലേസി ആണ്, ഷൈ ആണ്, അല്ലെങ്കിൽ യൂസ്ലെസ് ആണ്. കുട്ടികൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും നീ ഭയങ്കര, നമ്മൾ പറയും ചിലപ്പോൾ നോട്ടിയാണ്, കുട്ടി കുറച്ച് നീ ഭയങ്കര നോട്ടിയാണ്. അപ്പം ഇതെന്താണ്? നമ്മൾ കോൺസ്റ്റന്റ് യു ആർ സച്ച് എ നോട്ടി ചൈൽഡ്, അല്ലെങ്കിൽ യു ആർ എ ലേസി പേഴ്സൺ. ഇപ്പോൾ ഒരു കുട്ടിക്ക് രാവിലെ എണീക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ നമ്മൾ ഉടനെ പറയാണ് നീ ഭയങ്കര ലേസിയാണ്, നിനക്ക് രാവിലെ എണീക്കാൻ എത്ര വിളിച്ചാലും നീ എണീക്കുന്നില്ല, നീ ഭയങ്കര ഒരു ലേസി പേഴ്സൺ ആണ്. അപ്പൊ കുട്ടിക്ക് എന്താണ്, അത് കുട്ടിയുടെ ബ്രെയിനിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആവുകയാണ്. ദാറ്റ് ബിക്കംസ് ഹിസ് റിയാലിറ്റി, ദാറ്റ് ഐ എം എ ലേസി പേഴ്സൺ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഐ എം എ ലേസി പേഴ്സൺ ആൻഡ് ഐ എം ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. സോ അത് കുട്ടിയെ അറിയാതെ നമ്മൾ അങ്ങനെ ലേബൽ ചെയ്യുമ്പോൾ കുട്ടി that child starts believing that the child is lazy or shy or useless or whatever. Then the eighth one is absence of autonomy. അതായത് നമ്മുടെ കുട്ടികളെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒന്നും ഇൻവോൾവ് ചെയ്യിക്കാതെ, അവർക്ക് ഒന്നിനും ഒരു റൈറ്റ്സ് കൊടുക്കാതെ നമ്മളെല്ലാം മൈക്രോ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുന്നില്ല, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റിന് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ എന്ത് പറയും? ആ ഡ്രസ്സ് ഇടണ്ട, അല്ലെങ്കിൽ അത് നിനക്ക് പറ്റിയതല്ല. പിന്നെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഈ പ്രോജക്റ്റ് നീ ചെയ്യണ്ട, ഇത് ചെയ്താൽ മതി, ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? കുട്ടിയെ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇല്ലാതെ വളർത്തുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള കോൺഫിഡൻസ് തന്നെ കുറഞ്ഞു പോകും. Then comes the parental conflicts, the ninth
point. Parental conflicts അല്ലെങ്കിൽ ആ ഒരു family environment. So that is very important for a child's growth. അതായത് പേരൻസ് തമ്മിൽ എപ്പോഴും വഴക്കും അറിയും പ്രശ്നങ്ങളും ഉള്ള ഒരു വീട്ടിലെ കുട്ടി എപ്പോഴും ഇൻസെക്യൂർ ആയിട്ടായിരിക്കും വളരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് ആർഗ്യൂ ചെയ്യുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ഒക്കെ അത് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്യുകയും അവർക്ക് എന്താണ് അവർ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. കാര്യം അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് ആയിട്ടുള്ള പേരൻസ് ആണ് ആ വഴക്ക് കൂടുന്നത്. സോ ദ ചൈൽഡ് ഫീൽസ് ദാറ്റ് ഇറ്റ് ഇസ് സംതിങ് റോങ് വിത്ത് ദ ചൈൽഡ്. ചിലപ്പം അച്ഛൻ പറയും, അമ്മയോട് പറയും, നീയാണ് അവനെ വളർത്തി നശിപ്പിക്കുന്നത്, നിനക്ക് ഇത്രയും സ്നേഹമൊക്കെ കൊടുത്ത് വളർത്തുന്നതിൻ്റെ ആവശ്യമുണ്ടോ? സോ അതൊക്കെ പറയുമ്പോൾ കുട്ടി വിചാരിക്കും ദാറ്റ് എൻ്റെ ഫോൾട്ടാണ് അവിടെ ആ കോൺഫ്ലിക്റ്റിന് കാരണമാവുന്നത്. അല്ലെങ്കിൽ പേരൻസ് തമ്മിൽ വഴക്ക് കൂടി അപ്പം അച്ഛൻ പറയുന്നു, നീയാണ് ആദ്യം വഴക്ക് കൂടി തുടങ്ങിയത്. അമ്മ പറയുന്നു, ഇല്ല നിങ്ങളാണ് അതിന് കാരണം. എന്നിട്ട് കുട്ടിയോട് പോയി ചോദിക്കുന്നു, അച്ഛനാണോ അമ്മയാണോ വഴക്ക് കൂടി സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ അവിടെ ആ കുട്ടി he or she feels very less about themselves, and that child becomes in a state of confusion as to എന്താണ് ഇത്, എൻ്റെ കുറ്റമാണോ? he or she feels guilty and starts blaming themselves for it. Then the 10th and the last is lack of positive role modeling. അതായത് നമ്മൾക്കറിയാം നമ്മുടെ കുട്ടികൾ വെരി ഗുഡ് അറ്റ് ഇമിറ്റേറ്റിംഗ് അസ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് നമ്മളുടെ ഇൻറ്ററാക്ഷൻസിൽ കാണിച്ചാൽ അത് കുട്ടികളെ അൺകോൺഷ്യസ്ലി അവരെ അത് എഫക്റ്റ് ചെയ്യും. അതായത് നമ്മളിപ്പം നമ്മളുടെ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ ഓപ്പൺലി പറയാണ്, കുട്ടി ഇരിക്കുമ്പോൾ പറയണം, അയ്യോ എനിക്ക് ഇത് പറ്റുമോ ആവോ, അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്ക്, എന്നെ കൊണ്ട് അത് നടക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഒരു ജോലി പുതിയത് കിട്ടി, അപ്പം നമ്മൾ ഫാമിലിയിൽ പറയുകയാണ്, ഈ ജോലി എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, ബിക്കോസ് ഇത് കുറച്ചുകൂടെ ചാലഞ്ചസ് ഒക്കെ ഉള്ള ഒരു ജോലിയാണ്, എനിക്കതിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ജോലി കൂടെ പോവും. അപ്പൊ അവിടെ എന്താണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്? നമുക്ക് കോൺഫിഡൻസ് ഇല്ല, നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെ നമ്മൾ വി അൺകോൺഷ്യസ്ലി പാസിങ് ഇറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ദാറ്റ് നമ്മളുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ആ ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുട്ടികളിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്ന. സോ ഈ 10 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിയുടെ കോൺഫിഡൻസിനെ നമ്മൾ കാരണം ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിൽ പേരൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളത് അവെയർ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് മൈൻഡ്ഫുൾ പേരൻറ്റിങ്ങിലൂടെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റും. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ഇസ് എ ക്രിക്കറ്റ് ലെജൻഡ്. അപ്പം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സച്ചിന് പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. സച്ചിൻ്റെ ഫാദർ ഒരു കോളേജിൽ പ്രൊഫസറൊക്കെ ആയിരുന്നു. പക്ഷേ സച്ചിൻ്റെ ഫാദർ മനസ്സിലാക്കി അത് സച്ചിന് ക്രിക്കറ്റിനോടാണ് അഫിനിറ്റി, പഠിക്കാൻ അത്ര താല്പര്യമല്ല. അപ്പം എന്ത് ചെയ്തു, 10th പാസ്സായപ്പോൾ സച്ചിൻ്റെ ഫാദർ സച്ചിനെ കൊണ്ട് ക്രിക്കറ്റ് അക്കാഡമിയിൽ ചേർത്തു. And then that father was so supportive that അവർ പ്രൊഫസർ ആയിരുന്നിട്ട് പോലും എൻ്റെ മകൻ പഠിച്ചു വരേണ്ട, അവന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് അതിലാണ് അവൻ്റെ പാഷൻ എങ്കിൽ അവൻ കളിച്ച് മുന്നോട്ട് വരട്ടെ എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തു. ആ കുട്ടിയിലുള്ള ഒരു കോൺഫിഡൻസ് കാണിച്ചു. സോ ഹി എക്സെൽഡ്. സെയിം ഇസ് വിത്ത് PV സിന്ധു. ഇപ്പം ഞാൻ ഈ പേഴ്സണാലിറ്റീസ് പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അതായത് PV സിന്ധുവിൻ്റെ പേരൻസ് വെയർ ലൈക്ക് നാഷണൽ വോളിബോൾ പ്ലേയേഴ്സ്. അപ്പോൾ അവർ ചെറുതിലെ കുട്ടി ഉണ്ടായ ശേഷം കണ്ടു ദറ്റ് സിന്ധുവിന് ബാഡ്മിൻ്റൺ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഷീ വാസ് ഡൂയിങ് റിയലി വെൽ ഇൻ ഹർ ബാഡ്മിൻ്റൺ പ്ലേസ്. സോ അവരെന്ത് ചെയ്തു, അവർ അത് മനസ്സിലാക്കിയിട്ട് കുട്ടിയെ എൻകറേജ് ചെയ്തു. ഇറ്റ് സെഡ് ദാറ്റ് രാവിലെ 4 മണിയാകുമ്പോൾ എണീറ്റ് കുട്ടിയെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ എവിടെ കൊണ്ടുപോകും, ഫീൽഡിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നു. സോ ദേ ഹാവ് സീൻ ആ ഒരു കുട്ടിയിലുള്ള കഴിവിനെ കണ്ട് അത് വളർത്താനായിട്ട് അവർ ഒത്തിരി സാക്രിഫൈസസ് ചെയ്തു. അപ്പോൾ അവർക്ക് ആ കുട്ടിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്. സോ വാട്ട് ഡിഡ് ഷീ ഓൾസോ കെയിം അപ്പ് ആസ് എ ഗുഡ് സ്പോർട്സ് പേഴ്സണാലിറ്റി, ബിക്കോസ് അന്ന് ആ പേരൻസിൻ്റെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും എല്ലാം ആ കുട്ടികളിലുള്ള കോൺഫിഡൻസ്
പേരൻസുമാണ് ആ കുട്ടികളെ ഇപ്പോഴത്തെ വലിയ പ്ലേയേഴ്സ് ആക്കി മാറ്റിയത്. സോ ഇതേപോലെ നമ്മളും നമ്മുടെ അൺവേവറിങ് സപ്പോർട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ ഫ്ലറിഷ് as beautiful human beings who will be able to use their potential to the maximum. അതായത് നമ്മുടെ കുട്ടി എങ്ങനെയാണോ ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ബ്ലൂം ചെയ്യാനായിട്ട് ആ കുട്ടിയെ അത് സഹായിക്കും. സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾക്കൊരു വീഡിയോ കാണാം. When you feel cherished as a child, when you feel encouraged as a child, you grow up into. കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? No, ma'am, can't see the video. Okay, I'll try No, one. ma'am. When you feel cherished as a child, when you feel ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am, കാണുന്നുണ്ട്. Yes, കാണുന്നുണ്ട്. Okay. cherished as a child, when you feel encouraged as a child, you grow up into an adult who has a sense of confidence. When you step into a room, you feel like, all right, I have family, I have something to fall back on, I have someone who loves me, who cares about me, that I can walk into any room and hold my own. It really gave me that sense. I really appreciate your choice of word, when you feel cherished. Do you realize, I realize that you just saying that word, that there are not many people in the world who can say, I grew up and I was felt cherished. That's true. Unfortunately, it's the truth of the world. And I would implore actually parents to, just give their children, especially when they're young, just cherish them, tell them how important their views are, how important their individuality is, not to burden them with their dreams, but to let your children have your own dreams. I really benefited. That's the greatest gift my parents gave me, was a sense of individuality. Okay. Priyanka Chopra, we all look up to her. She's an international figure now. So എന്താണ് പ്രിയങ്ക ചോപ്ര അവിടെ പറഞ്ഞത്? That she felt valued as a child. That her parents understood her and encouraged her, and she felt cherished. അതായത് ആ കുട്ടി when she came back from US and she couldn't cope up with her study stress, because US-ലെയും നാട്ടിലെയും സ്റ്റഡി പാറ്റേൺസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. സോ തിരിച്ചു വന്നിട്ട് പ്രിയങ്കയ്ക്ക് സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പേരൻസ് പറഞ്ഞത്, ഓക്കെ, നിനക്കത് പറ്റുന്നില്ലെങ്കിൽ നീ ഒരു വർഷത്തെ ബ്രേക്ക് എടുത്ത് try and bridge the gap and then you continue your studies. അതേപോലെ ഓരോ ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴും പ്രിയങ്കയുടെ ഇഷ്ടം നോക്കി അവളെ എന്താണ് ചെയ്യാൻ ഇഷ്ടമെന്നുള്ളത് it said that they gave her wings to fly. അവളുടെ ഡ്രീംസ് ഒരിക്കലും they never dismissed it. ആ ഒരു ഫീലിങ്സ് കുട്ടി വന്ന് പറയുമ്പോൾ അത് ഡിസ്മിസ് ചെയ്യാതെ അത് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ഒക്കെ കൊടുത്ത് ആ കുട്ടിയെ ഫ്ലറിഷ് ചെയ്യാനായിട്ട് വിട്ടു. സോ today she is a well-known personality because of the encouragement her parents had given, nobody else. She always tells in all of her interviews that it is my parents who gave me wings to fly. So അവളുടെ ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വന്നത് എവിടെ നിന്നാണ്? പേരൻസ് ആണ് കൊടുത്തത്. So as parents or the adults, we have to give our unwavering support to our children so that they bloom as human beings who are using their true potential. Now we will discuss about the parental strategies. അതായത് നമുക്ക് എങ്ങനെ, ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ നെഗറ്റീവ്സ് ആണ്, ഇന്ന കാര്യങ്ങൾ നമ്മളുടെ കുട്ടികളിൽ നമ്മൾ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള അല്ലേ, ആ ഒരു 10 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇതൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട്. സോ പോസിറ്റീവ്ലി നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ ആ കോൺഫിഡൻസിൽ വളർന്നു വരാൻ സഹായിക്കാം എന്നുള്ളതാണ്. So I'm going to give you 8 points which will help you to
use that in your daily life to help the children to grow up. So first one is understanding your child's personality. It is very, very important that we understand what type of personality or what kind of intelligence our child owns. നമ്മളെപ്പോലെ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാൻ ലോകത്ത് വേറെ ആർക്കും പറ്റില്ല, ബിക്കോസ് നമ്മളാണ് കുട്ടികളുടെ കൂടെ ജീവിക്കുന്നത്, അല്ലേ? അപ്പം നമ്മുടെ കുട്ടികൾ എന്തിലാണ് നല്ലത്? ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് എൻ ഇൻട്രോവേർട്ട്, എൻ എക്സ്ട്രോവേർട്ട്, എൻ ആംബിവേർട്ട്, വാട്ട് ആർ ദ ഇന്റലിജൻസ് ദ ചൈൽഡ് ഇസ് പൊസസിങ്? അതായത് ചൈൽഡ് മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇന്റലിജൻസ് ആണോ, ആർട്ടിസ്റ്റിക്കലി ഇൻക്ലൈൻഡ് ആണോ, അല്ലെങ്കിൽ കൈനസ്തെറ്റിക് അതായത് സ്പോർട്സ് ഇന്റലിജൻസ് ഉള്ള ആളാണോ? സോ ഇതൊക്കെ നമ്മൾ കുട്ടികളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് എന്തിനോടാണ് എഫിനിറ്റി ഉള്ളതെന്ന്. സോ അണ്ടർസ്റ്റാൻഡിങ് ദെയർ പേഴ്സണാലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതെങ്ങനെയാണ് നമ്മൾ കുട്ടികളെ അവരുടെ പേഴ്സണാലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു കുട്ടി മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് അത്ര ഇഷ്ടമല്ല ആ കുട്ടിക്ക്. സോ വി ഹാവ് ടു റിയലൈസ് ദാറ്റ് മൈ ചൈൽഡ് ഇസ് എ ലിറ്റിൽ ഇൻട്രോവേർട്ട്. അപ്പോൾ അതെന്താണ്? നമ്മളെപ്പോഴും പുറത്ത് ഇപ്പോൾ കുട്ടിയെ കളിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാണ്, കുട്ടിയോട് പറയുന്നു നീ പോയി കളിക്കുക, അവിടെ ഫ്രണ്ട്സ് കളിക്കുന്ന കണ്ടില്ലേ, നിനക്ക് എന്താ പോയി കളിച്ചാൽ? അല്ലെങ്കിൽ അവർ ഡാൻസ് ചെയ്യുന്ന കണ്ടില്ലേ, നിനക്ക് എന്താ അവരുടെ കൂടെ പോയി ഡാൻസ് ചെയ്താൽ? സോ വെൻ വി കോൺസ്റ്റന്റ്ലി സേ ദിസ്, ദ ചൈൽഡ് ഫീൽസ് ദാറ്റ് സംതിങ് ഇസ് റോങ് വിത്ത് ദ ചൈൽഡ്. എനിക്കെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റാത്തതെന്ന്. ഇൻസ്റ്റെഡ് വിതൗട്ട് പുഷിങ് നമ്മൾ ആ കുട്ടിയുടെ കൂടെ അവിടെ ഇരുന്നിട്ട് ചോദിക്കുക, നിനക്ക് ആ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ കളിക്കാൻ തോന്നുന്നില്ലേ? ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം വാച്ച് ചെയ്യൂ, നീ എപ്പോഴാണ് കംഫർട്ടബിൾ ആവുന്നത് അപ്പോൾ പോയി കളിച്ചോളൂ. സോ നമ്മൾ അങ്ങനെ അവരെ അധികം പുഷ് ചെയ്യാതെ അവരുടെ ആ ഫീലിങ്സിനെ അക്നോളജ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. സോ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പതിയെ പതിയെ നമുക്ക് നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ എന്താണ് നമ്മുടെ ഗോൾ ഇവിടെ? ഇറ്റ്സ് നോട്ട് ടു ടേൺ ദാറ്റ് ചൈൽഡ് ഇൻ ടു സംബഡി ഹൂ ഹി ഓർ ഷീ ഈസ് നോട്ട്. അവനോ അവളോ ആവാത്ത, പേഴ്സണാലിറ്റി ഫിറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസിലോ പാഷനിലോ വരാത്ത ഒരു ഇതിൽ അവരെ ഫോഴ്സ് ചെയ്ത് വിടുന്നതിന് പകരം അവർക്കുള്ള കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പേഴ്സണാലിറ്റിയും ഇന്റലിജൻസും മനസ്സിലാക്കി അവരെ പതിയെ എൻകറേജ് ചെയ്ത് വിടുകയാണ് വേണ്ടത്. The second one is validating their feelings. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിന്റെ നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്തു. നോട്ട് വാലിഡേറ്റിംഗ് ഫീലിംഗ്സ്. സോ എങ്ങനെയാണ് നമ്മൾ അവരുടെ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യുന്നത്? ട്രൈയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഗോയിങ് വിതിൻ ദം, അതായത് അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. മേ ബി ഇറ്റ് ക്യാൻ ബി കൈൻഡ് ഓഫ് എ റോളർ കോസ്റ്റർ റൈഡ് ഫോർ ദ ചൈൽഡ് ഓൾസോ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ചൈൽഡ് ഇസ് ഗോയിങ് ത്രൂ. അത് കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും ആ കുട്ടിക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുട്ടിയെ നമ്മളൊരു പുതിയ എൻവയൺമെന്റിലോട്ട് വിടുകയാണ്, അതായത് സ്ട്രേഞ്ചേഴ്സ് ആണ് ചുറ്റും. മേ ബി ഇറ്റ് ക്യാൻ ബി അതർ ചിൽഡ്രൻ ഓർ സംബഡി. ദ ചൈൽഡ് ഇസ് ഇൻ എ കംപ്ലീറ്റ്ലി ന്യൂ എൻവയൺമെന്റ്. അപ്പൊ കുട്ടി ഇപ്പം ഒരു എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് പെട്ടെന്ന് പോയി മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ എക്സ്ട്രോവേർട്ട്, സംടൈംസ് ഇറ്റ് ടേക്സ് കറേജ് ടു ഗോ ആൻഡ് മിങ്കിൾ വിത്ത് സം സ്ട്രേഞ്ചേഴ്സ്. അപ്പം നമ്മൾ എന്താ അവരുടെ കൂടെ ഇരുന്നിട്ട് പറയാം, എനിക്ക് മനസ്സിലായി നിനക്കത് കംഫർട്ടബിൾ അല്ല, ഞാനും ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നു, എനിക്കും സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, എങ്ങനെ പിന്നെ ഞാൻ അത് പതിയെ പതിയെ മാറ്റിയെടുത്തതാണ്. അതായത് ഞാൻ നോക്കും ആരുടെ അടുത്താണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നത്, ആദ്യം അവരോട് സംസാരിക്കും, പിന്നെ അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസ് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ ബിൽഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ഓ എൻ്റെ ഫീലിങ്സ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് that doesn't happen to only me. It is something that is very natural. എൻ്റെ പേരൻ്റ് അല്ല എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഇതുപോലെ തന്നെയാണ്. സോ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് മൈ പ്രോബ്ലം. സോ ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ ആങ്സൈറ്റി കുറയ്ക്കാനും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും കുട്ടിയെ അത് അനുവദിക്കും. The third one is model confident speaking. അതായത് നമ്മൾ എത്രത്തോളം കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, അതാണ്
നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിക്കുന്നത്, അതായത് നമ്മൾ അവരോടൊരു കാര്യം പറയുമ്പോൾ ഐ കോണ്ടാക്ട്, ഒരു ഇറക്റ്റ് ബോഡി പോസ്ചർ, നമ്മുടെ ടോൺ ഓഫ് ദ വോയിസ്, നമ്മുടെ ലാംഗ്വേജ്, ഇതെല്ലാം ഇറ്റ് മാറ്റേഴ്സ്. അതായത് നമുക്കൊരു കാര്യം എത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആ കുട്ടിയോട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ he or she will definitely mirror that image. അതായത് നമ്മൾ എന്താ കാണിക്കുന്നത് ആ കുട്ടിയെ അത് തന്നെയാണ് പഠിക്കാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാനും നാളെ പുറത്ത് ഇറങ്ങുമ്പോൾ വേൾഡിനെ ചാലഞ്ചസ് ഫേസ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കും. The fourth one is encourage the skill development. അതായത് കുട്ടികളെ ചെറിയ ചെറിയ സ്കിൽസ് പഠിപ്പിക്കുക. അവർ പഠിക്കുന്ന അക്കാഡമിക്സ് മാത്രമല്ല, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിൽ ഫെയിൽ ചെയ്യാനും അവരെ കോൺസ്റ്റന്റ് ആയിട്ട് എൻകറേജ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി എ സ്മോൾ തിങ് ലൈക്ക് ഹെൽപ്പിംഗ് ഇൻ ദ കിച്ചൺ. ഇപ്പൊ കുട്ടിയെ നമ്മളോട് വരുമ്പോഴത്തേക്ക് ഓക്കെ നമുക്കൊരു ഓംലെറ്റ് ചെയ്താലോ, അപ്പൊ കുട്ടിക്ക് ആ എഗ്ഗ് കൊടുക്കുക, അത് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വിസ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ എഗ്ഗ് ഒഴിച്ച് അത് ഫ്ലിപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ ചെറിയ ചെറിയ തിങ്സ് ആണ്. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമ്മളെ കുട്ടിയെ ഓരോ സ്റ്റെപ്പിലും എൻകറേജ് ചെയ്യാണ്. ഓക്കെ ക്രാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് ക്രാക്ക് ചെയ്യണം, ഓക്കെ എഗ് ഷെൽ അകത്ത് വീണാലും കുഴപ്പമില്ല, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്, എന്നിട്ട് അത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വാവ് യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു എൻകറേജ്മെന്റ് ഓരോ സ്കില്ലിനും നമ്മൾ, ഇറ്റ് ക്യാൻ ബി സംതിങ് ലേണിംഗ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇറ്റ് ക്യാൻ ബി എ സ്പോർട്ട്, എനിത്തിങ്. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അവർക്ക് ഒരു സ്കില്ല് കൊടുത്ത് അവരത് മാസ്റ്റർ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന കോൺഫിഡൻസ് ഇസ് സംതിങ് ദാറ്റ് ഈസ് റിയലി കമൻഡബിൾ. ബിക്കോസ് ചെറിയ കാര്യങ്ങളിൽ നിന്ന് അവർ വലിയൊരു കാര്യത്തിലോട്ട് എത്തുമ്പോൾ അവർക്ക് വരുന്ന സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ് ദാറ്റ് റിയലി ബിൽഡ്സ് ദെയർ കോൺഫിഡൻസ്. ദെൻ ഓൾസോ ഹെൽപ്പ് ദം ടു കം ഔട്ട് ഓഫ് ദെയർ കംഫർട്ട് സോൺ. അതായത് അവരെ ഒത്തിരി പുഷ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, പകരം പതിയെ ജെന്റിലായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. Then comes the teach and model assertiveness, not aggressiveness. So sometimes we all feel that confidence has to be loud. അതായത് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഭയങ്കര ഒച്ചത്തിൽ സംസാരിച്ച് ഒത്തിരി വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഭയങ്കര ഒരു ലൈക്ക് ലൗഡ് വോയിസ് ഒക്കെ യൂസ് ചെയ്തൊക്കെ സംസാരിക്കുന്ന ആളെന്നായിരിക്കാം. ബട്ട് കോൺഫിഡൻസ് ഇസ് നോട്ട് ദാറ്റ്. നമ്മൾ എങ്ങനെ അസേർട്ടീവായിട്ട് കാര്യങ്ങൾ പറയും, അഗ്രസീവ് ആയിട്ടല്ല. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ കാമായിട്ട് ഹാൻഡിൽ ചെയ്ത് എങ്ങനെ അസേർട്ടീവ് ആയിട്ട് നമ്മൾ ആ കാര്യം മറ്റുള്ള ഒരാളോട് കൺവേ ചെയ്യും. സോ നമ്മൾ അസേർട്ടീവ് ആവാതെ അഗ്രസീവായി, ഒരു പ്രശ്നം വന്നു, നമ്മൾ വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്, സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നു, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യുന്നു. അപ്പൊ കുട്ടി എന്താണ് കാണുന്നത്, ഓക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. സോ നമ്മൾ അവിടെ മോഡൽ ചെയ്ത് കൊടുക്കുന്നത് അഗ്രഷൻ ആണ്, അസേർട്ടീവ്നെസ് അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഈ അസേർട്ടീവ്നെസ് പഠിപ്പിക്കാൻ കുട്ടിയെ, നമ്മൾ അത് മോഡൽ ചെയ്തിട്ട്, അതായത് ഒരു ക്ലിയർ ഫേം ടോൺ എടുക്കുക, ഐ കോണ്ടാക്ട് കൊടുക്കുക, അതേപോലെ നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഒരാളോട് പറയുക ദാറ്റ് ഐ എം നോട്ട് ഓക്കെ. ഇപ്പം ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി അടിച്ചു, അപ്പം ആ കുട്ടി അടിക്കുമ്പോഴത്തേക്കും അതിനോട് പോയി തിരിച്ചടിക്കാൻ പറയുന്നതിന് പകരം ഇറ്റ് ഡിഡ് ഹേർട്ട് മീ ആൻഡ് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാം, ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, could you please explain why you did that? അത് ചോദിക്കുമ്പോൾ കുട്ടി അവിടെ അഗ്രഷൻ അല്ല, പകരം അസേർട്ടീവ്നെസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ വീട്ടിലൊക്കെ തന്നെ ഈ ബിഹേവിയർ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഡെഫിനറ്റ്ലി അത് കണ്ട് അവരും അവരുടെ മിസ്റ്റേക്സ് വരുമ്പോൾ അഗ്രസീവ് ആവാതെ അസേർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആൻഡ് ദ സിക്സ്ത് വൺ ഇസ് ദ റോൾ ഓഫ് കോമ്പീറ്റൻസ് ഇൻ ബിൽഡിംഗ് കോൺഫിഡൻസ്. ദാറ്റ് മീൻസ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു കോൺഫിഡൻസ്. അപ്പം ചിൽഡ്രൻ when they are feel capable that they are naturally
ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരുമ്പോൾ അവർ സെൽഫ് അഷ്യോർഡ് ആണ്. സോ വെൻ ദേ സീ ദാറ്റ് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അവർക്ക് സക്സസ്ഫുള്ളി അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റുമ്പോൾ ദാറ്റ് ബ്രിങ്സ് എ നാച്ചുറൽ സെൻസ് ഓഫ് കോൺഫിഡൻസ് ഇൻ ദം. ലൈക്ക് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. അപ്പൊ നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാം? ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണ്. സോ ടു ഹെൽപ്പ് ദം വിത്ത് ന്യൂ വേർഡ്സ്, എൻകറേജ് ദം ടു റീഡ് ദ സൈൻ ബോർഡ്സ്, ഷോർട്ട് സ്റ്റോറീസ്, ലിസൺ ടു ദ സോങ്സ്, ആ ലാംഗ്വേജിലുള്ള സോങ്സ് കേൾപ്പിക്കുക, എന്നിട്ട് പറയാം ഈ വേർഡ്സ് ഒക്കെ മനസ്സിലായോ. സോ അങ്ങനെ കുറച്ചധികം പ്രാക്ടീസ് ചെയ്ത് അവരുടെ കൂടെ നമ്മൾ പേഷ്യൻ്റ്ലി ഇരിക്കുമ്പോൾ അവർ ആ കോമ്പീറ്റൻസ് ബിൽഡ് ചെയ്യാണ്. സോ ദാറ്റ് ലീഡ്സ് ടു കോൺഫിഡൻസ്. The seventh is reframing mistakes as learning opportunities. അതായത് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുന്ന another important factor. അപ്പം നമ്മൾ കുട്ടികൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ അവരോട് യെല്ല് ചെയ്ത് സ്ക്രീം ചെയ്ത് ബഹളം വെച്ച് അവരെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം use that assertive words like and help them and tell them that you made a mistake, it's okay, mistakes are the stepping stones to growth. അതായത് നീ ഒരു പ്രശ്നം നിനക്ക് പറ്റി, ഇറ്റ്സ് ഓക്കെ, നമുക്കത് ഒരുമിച്ച് വർക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് നമുക്കത് മുന്നോട്ട് പോകാം. നമ്മൾ അഡൽട്ട്സും മിസ്റ്റേക്സ് വരുത്തുന്നതാണ്. സോ കുട്ടികൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതേപോലെ അവരുടെ കൂടെ നിന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഈ മിസ്റ്റേക്സ് ഒക്കെ വരും, നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരും, പക്ഷേ വി വിൽ ട്രൈ ആൻഡ് ലേൺ ഫ്രം വാട്ട് ഹാപ്പൻഡ്. ഇപ്പം ഈ ഒരു സൈക്ലിംഗ് പഠിക്കുകയാണ് കുട്ടി. ആ സൈക്ലിംഗ് പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ ആ ഒരു ഹാൻഡിൽ പിടിക്കണമെന്നും ഓക്കെ എനിക്ക് മനസ്സിലായി, നീ അത് ഹാൻഡിൽ പിടിച്ചത് കുറച്ച് വളഞ്ഞപ്പോഴാണ് നിനക്ക് ബാലൻസ് കിട്ടാത്തത്. സോ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾ ആക്ച്വലി ദേ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ് ആൻഡ് ദേ കീപ് ഫോക്കസിങ് ഓൺ the positive things rather than focusing on their mistakes. Then the last but not the least is praise the effort, not just the result. അതായത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ എഫേർട്സിനെ കണ്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. റിസൾട്ട് മാത്രം ഫൈനൽ എൻഡ് റിസൾട്ട് എന്താണെന്ന് നോക്കാതെ നമ്മുടെ കുട്ടി ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, അതായത് ഒരു ചെറിയ അച്ചീവ്മെന്റ് ആവാം, അത് കുട്ടിക്ക് വലുതാണ്, നമുക്ക് ചിലപ്പോൾ ചെറുതായിരിക്കാം, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയാം. ഇപ്പോൾ ഒരു പ്രോജക്റ്റ്, ഒരു ഡിഫിക്കൽട്ട് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു മാത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന നിന്റെ എഫേർട്ട്, നീ കഷ്ടപ്പെട്ടിരുന്ന ഈ ബാക്കി ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് ഇത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് റിയലി കമൻഡബിൾ, ഐ റിയലി അപ്രിഷിയേറ്റ് ദ എഫേർട്ട് യു ആർ ടേക്കിംഗ്. അപ്പോൾ കുട്ടിക്ക് എന്ത് വരുമോ, എൻ്റെ എഫേർട്സിനെ കാണുന്നുണ്ടല്ലോ, എൻ്റെ എൻഡ് റിസൾട്ട്, അതായത് എൻ്റെ റിസൾട്ട് മാത്രമല്ല എൻ്റെ പേരൻസ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ 8 things are the ways, the strategies that we can use to build confidence in our children. Every child has its own strengths and weaknesses, പക്ഷേ right support, patience, encouragement, and all these things in the right way can help the child grow into a self-assured, confident human being. So please remember that every child is unique and they take their own paths, they bloom in different ways. So നമ്മൾ അവർക്ക് ആ റൈറ്റ് നർച്ചറിങ് കൊടുത്താൽ they will bloom beautifully. And remember that we are parents who are preparing today's generation or today's children for tomorrow. So നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മൾ ഇന്നത്തെ പഴയ ജനറേഷൻ ആണ് നമ്മൾ, ആ ജനറേഷൻ നമ്മൾ ഇന്നത്തെ കുട്ടികളെ നാളത്തേക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ പേഷ്യൻസും ലവും എൻകറേജ്മെന്റും ഒക്കെ കൊടുത്ത് അവരെ കോൺഫിഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ്സ് ആക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ആൻഡ് ഇറ്റ് ഇസ് ഇൻ അവർ ഹാൻഡ്. സോ എൻ്റെ ഈ ഒരു സെഷനിലൂടെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്പ്രെഡ് അവയർനെസ് ദാറ്റ് വി ആസ് പേരൻസ് ക്യാൻ do whatever needed for the child to bloom into a successful human being. So I hope I added value to the time that you have given me, and thank you so much, Wendell, for giving me this opportunity to talk about what I am really passionate about. I really appreciate everyone for staying here and supporting me. Thank you so much, and out there for any questions if you have. Hello, sir.
ഹലോ. പറഞ്ഞോളൂ. ആ ഓക്കെ. ജാസ്മിനെ എന്നെ അറിയാം. അതുകൊണ്ട് സാറിനെ for എനിക്കും ബിന്ദു അറിയാം. അറിയാമോ? ബിന്ദുവിനെ അറിയാം. ഞാൻ ലാസ്റ്റ് ഒരു സെഷനിൽ സാർ ജിഷ മാമിന്റെ സെഷൻ ആയിരുന്നു. സർ വാസ് ദേർ, സോ ഐ നോ യു സർ. ഓക്കെ, ഗുഡ്. ഇതിൽ ഞാൻ ഈ പാരന്റിങ് ടോപ്പിക് എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഞാൻ ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ അമേരിക്കയിലാണ്. ഐ ഞാൻ നോ ദാറ്റ്. ബേസിക്കലി മെഡിക്കൽ ഡോക്ടറുമാണ്, ഒരു ബിഹേവിയർ സയന്റിസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കിയത്, യു ആർ വെരി ഗുഡ്. ഈ ചെയ്യുന്ന ഈ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, റിയാലിറ്റിയുമായിട്ട് നല്ല ടച്ച് ഉണ്ട്. ഒരുപാട് പേര് ബുക്കിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ വന്ന് അവിടെ വിളമ്പിയിട്ടങ്ങ് പോകും. ആൻഡ് യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള ഈ പാരൻസ് എല്ലാം ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരൻസും മൈക്രോ മാനേജ് ചെയ്യുന്ന ഈ പാരൻസും ഇവർക്ക് യാതൊരു വിധത്തിലും ഈ കോൺഫിഡൻസ് വളരാൻ സമ്മതിക്കത്തേയില്ല. അപ്പോഴേ ഞാൻ ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ നാട്ടിൽ ആരെങ്കിലും ഇനി ഒരു പാരന്റിങ്ങിന് ആരെങ്കിലും ഒരു കൗൺസിലർ പറയാമെന്ന് വെച്ചാൽ ഐ വിൽ ബി ഗ്ലാഡ് ടു റെക്കമെൻഡ് യുവർ നെയിം. ഗിവ് മീ യുവർ കോൺടാക്ട് നമ്പർ. അതൊന്ന് എഴുതിയിട്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കോൺടാക്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്യണം വാട്സാപ്പ് ചാറ്റ് ബോക്സിൽ. ദെൻ ഞാൻ തരാം സാർ, ഞാൻ തരാം. ഓക്കെ റൈറ്റ്. അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് വാട്ട് ഐ ഡിഡ്. എൻ്റെ മകനെ ഞാൻ വളർത്തുമ്പോൾ, അവനോട് അമേരിക്കയിലാണ് ആദ്യം പഠിച്ചത്. 8ാം ക്ലാസ് മുതൽ നാട്ടിൽ പഠിച്ചു. 7ാം ക്ലാസ് വരെ അമേരിക്കയിൽ പഠിപ്പിച്ചിട്ട് 8ാം ക്ലാസ് മുതൽ അവൻ നാട്ടിൽ പഠിച്ചു. MBA ഫ്രം പൂനെ സിംബയോസിസ് എന്നാണ് അവൻ പാസ്സാകുന്നത് കേട്ടോ. NRI കോട്ട ഒന്നും അല്ല. NRI കോട്ട എനിക്ക് കാശെല്ലാം ഉണ്ട്. ഞാൻ അവരെ തന്നെ കാര്യമായിട്ട് ഇവിടെ വെച്ച് മോട്ടിവേറ്റ് ചെയ്ത് ആൻഡ് മെയ്ഡ് ഹിം ഫീൽ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻറ്റ്. അതിന് എന്ത് ചോദിച്ചാൽ ആദ്യം ഇവിടെ തന്നെ ക്ലാസ്സിൽ ഞാൻ പറയും, നെവർ ട്രൈ ടു ബി നമ്പർ 1 ഇൻ ദി ക്ലാസ്. ഈ നമ്പർ 1 ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും സ്ട്രെസ്ഫുൾ ആണ്. എന്നിട്ട് ഈ പറയുന്ന ഈ വീട്ടിൽ നേരത്തെ യു സെഡ് ഒരാൾ 95 മാർക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ എന്തിന് 100 കിട്ടിയില്ല? ആ പാരന്റ് എടുത്ത് തിരിച്ചു ചോദ്യം, ആ പാരന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ 100 ഉണ്ടായിരുന്നോ? ഇല്ല. സ്വന്തമായിട്ട് ഒരിക്കൽ പോലും 100 വാങ്ങിക്കാൻ കഴിയാത്തവരാണ്. ദേ പുട്ട് ദി പ്രഷർ ഓൺ ദി ചിൽഡ്രൻ. സാർ ഇപ്പോഴത്തെ കുട്ടികൾ ചോദിച്ചു തുടങ്ങും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധി വെച്ചിട്ടുണ്ട്, പിള്ളേർ ചോദിക്കും. ആ പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയാണ് കിട്ടുന്നത്. ഫിസിക്കലി മിസ്മാച്ച് ആണ് അവിടെ. പിന്നെ കോൺഫ്ലിക്റ്റ് കൂടത്തേ ഉള്ളൂ. അത് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ആദ്യം മുതലേ പറഞ്ഞത്, ഈ ട്രൈ ടു ബി ഇൻ ദി ടോപ്പ് 20%. 25 പിള്ളേരുണ്ടെങ്കിൽ 5-നകത്ത് വരാൻ നോക്ക്. നെവർ ട്രൈ ടു ബി നമ്പർ 1. അതിന് അവന് ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും നാട്ടിലാണ് പഠിച്ചത്. ഐ വാസ് നെവർ നമ്പർ 1. എന്നിട്ട് 33 പിള്ളേരുള്ള SSLC വരെ പഠിക്കുമ്പോഴും ഞാനൊരു 5-നകത്ത് നിൽക്കും. അതിൽ പ്രീ ഡിഗ്രിക്ക് നെവർ നമ്പർ 1, MBBSന് നെവർ നമ്പർ 1. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്പർ 1 ആയില്ല എന്ന് പറഞ്ഞാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല കേട്ടോ. എൻ്റെ അന്ന് നമ്പർ 1 ആയ ഒരു കുറേ പേരെല്ലാം ബേൺ ഔട്ട് ആയിട്ട് ഇപ്പം എവിടെയാണെന്ന് അഡ്രസ്സ് പോലും ഇല്ല. അന്ന് സ്കൂളിലൊക്കെ നമ്പർ 1 ആണ്. മിക്കവരും അവസാനം എവിടെ എത്തിയില്ല. അല്ലേ? അതാണ് ഈ സ്ലോ ആൻഡ് സ്റ്റഡി. അതുകൊണ്ട് ആ പ്രഷർ എടുത്തില്ല. അതാണ് അവന് ഒരു പ്രശ്നമില്ല. ആൻഡ് ഹി ഡിഡ് എവറിത്തിങ്. ഒരിക്കലും ഇത് ഐ നെവർ യൂസ് ടു എന്തിന് കുറഞ്ഞു പോയി, ഇത് എന്താണ്, ഐ യൂസ് ടു ടെൽ ദം, യു ഫിഗർ ഔട്ട് വേർ യു, എവിടെയാണ് അബദ്ധം പറ്റുന്നത്, യു ഫിഗർ ഔട്ട് ആൻഡ് ഫിക്സ് ഇറ്റ്. അവന് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവൻ അവിടെ സിംബയോസിസ് എല്ലാം MBA എല്ലാം പാസ്സായി. സോ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ മെസ്സേജ്. ഈ കമ്പാരിസൺ, യു സെഡ് ഇറ്റ് റൈറ്റ്ലി, കമ്പയർ ചെയ്തിട്ട് പോകുമ്പോഴാണ് പ്രശ്നം. ആൻഡ് ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ അവിടുത്തെ കന്യാസ്ത്രീ ആ നിറം വെച്ച് ബിന്ദുവിന് ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എങ്ങനെ ഉണ്ടാക്കിയോ, ആൻഡ് യു ലോസ്റ്റ്, അതേപോലെ എന്നെയും ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് എൻ്റെ കളറും പറ്റുകൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെയ്ത ബന്ധുക്കൾ, എൻ്റെ കസിനുണ്ട്, അവന് നല്ല കുറച്ചുകൂടെ ഫെയറാണ്, അവന് നല്ല നിറമാണ്. സോ ഐ ഡെവലപ്ഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എൻ്റെ നിറം പോരാ. അത് അവസാനം എനിക്ക് മാറാനായിട്ട് കുറേ വർഷങ്ങളെടുത്തു. ആരാണ് മാറ്റിത്തന്നത്? രജനീകാന്താണ്. രജനീകാന്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോയത്. ഈ നിറത്തിന് ഒരു കുഴപ്പവും ഇല്ല. സോ ഇത്രയും പറഞ്ഞാൽ നിർത്തുന്നു. ഓക്കെ, ആൻഡ് ജാസ്മിൻ പ്ലീസ് ഷെയർ ബിന്ദുസ് നമ്പർ, ആൻഡ് ഷീ ഈസ് റിയലി ഗുഡ്. ഓക്കെ, പുള്ളിക്കാരി തിരുവനന്തപുരത്താണ് ഇപ്പോ. ഓക്കെ, ഓൾ ദി മോർ. ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. സോ വിൽ കീപ് ഇൻ ടച്ച്. ഓക്കെ, എനിക്ക് പിന്നെ ഞാൻ ഒരു ട്രെയിനിങ് ഓഫർ ചെയ്യുന്നില്ല. എന്നെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്ലയൻസിനെ അടിച്ചെടുത്തോണ്ട് പോകുന്നു, ഒന്നും വിഷമിക്കേണ്ട കേട്ടോ. ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് മോർ മണി.
And I am contented. എനിക്കുള്ള ഇത് വെച്ച് ഐ എം വെൽ ഓഫ്. ഐ എം ഡൊണേറ്റിംഗ് മൈ ടൈം, എനർജി ആൻഡ് നോളജ് ഫോർ അതേഴ്സ്. പിന്നെ ഇതൊക്കെ വരുന്നത് വെച്ചാൽ എപ്പോഴും ഞാൻ പലതും പുതിയതായിട്ട് എല്ലാം അറിയാൻ പറ്റും. എല്ലാം അറിയാവുന്നുള്ള ഭാവം എന്ന് വരുന്നോ അന്നാണ് എല്ലാം ഇതാകുന്നത്. സോ ഐ കെയിം ഹിയർ ടു ലേൺ സംതിങ് ന്യൂ ഫ്രം യു. ഗുഡ്. ഓക്കെ, താങ്ക് യു. very much. I'm privileged. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ആൻഡ് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടോ? പറഞ്ഞോളൂ. മാം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതിന് ശേഷം ഡാൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ഡാൻസ് ചെയ്യണം, എനിക്ക് ആ രണ്ടിനെ ഒന്ന് ചാലഞ്ച് ചെയ്യണം എന്ന് തോന്നി. ക്ലിയർ ആയില്ല മാം. Yeah, sorry, audible അല്ലായിരുന്നു. ഒന്നും കൂടി പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? Yes, 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 yes. കേൾക്കാം. മാം, ബിന്ദു മാം, Yes. മാം പറഞ്ഞതല്ലേ നൺ പറഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഡാൻസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതെ. പിന്നീട് എപ്പോഴെങ്കിലും അതൊന്ന് ചലഞ്ച് ചെയ്യണം, എനിക്ക് ഡാൻസ് ചെയ്യണം ഉണ്ട് എന്ന് ഉണ്ട് ഉണ്ട്. ഐ ഡു ഡാൻസ്. ഞാൻ ഡാൻസ് ചെയ്യും, പക്ഷെ ഞാൻ ഡാൻസ് പഠിക്കുന്നത് നിർത്തി, അതേ ഉള്ളൂ. ബട്ട് ഐ എം വെരി കോൺഫിഡൻസ് നൗ. എനിക്ക് ഡാൻസിന് പോയി പഠിക്കാനൊന്നുമില്ല. ഐ ഹാവ് കം ഔട്ട് ഓഫ് ദാറ്റ്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് എനിവേസ്. ഓക്കെ, മാമിന് ആ ചെറിയ പ്രായത്തിൽ കിട്ടിയ ആ ഒരു അല്ലെ ആ പറഞ്ഞ ആ ഒരു ടോക്ക് മാമിന് വല്ലാതെ മാനസികമായിട്ടൊരു വിഷമത്തിലാക്കി. അതോടുകൂടിയാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യം. ജസ്റ്റ് അവരൊരു പടം വരച്ചിട്ട് വന്നാൽ തന്നെ ചിലപ്പോ അത് അവരുടെ കണ്ണിൽ അവർ വരയ്ക്കുന്ന ചിലപ്പോ വലിയ വൃക്ഷമോ അല്ലെങ്കിൽ വലിയൊരു എന്തെങ്കിലുമൊക്കെ കാറ്, പിന്നെ മനുഷ്യന്റെ രൂപമൊക്കെ ആയിരിക്കും. പക്ഷെ അത് വരച്ചു വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ അവരെന്ത് പറയുന്നു അതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുക. ആ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങനെ വരച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. അത് ഏത് പ്രവൃത്തി ചെയ്താലും. ഇപ്പൊ മാമിന് അവിടെ കിട്ടിയത് ആ നിറത്തിന്റെ പേരിൽ അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നു അല്ലെ? ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറത്തിന്റെ പേരിൽ അത് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് നമ്മുടെ മക്കളെയാണ്, കുട്ടികളെയാണ്. അപ്പൊ നിറത്തിന്റെ കാര്യത്തിൽ പ്രശ്നം ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ കുറെ കൂടി വളരണം. അവർ എന്തെങ്കിലുമൊക്കെ എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല എന്നത് മനസ്സിലാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? സോറി, ഒന്ന് പറഞ്ഞേക്കാം. ഫെയർ ആൻഡ് ലവ്ലി അവരെല്ലാം ബിസിനസ് അടച്ചു പൂട്ടും കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഫെയർ ആൻഡ് ലവ്ലിക്ക് ഇരിക്കുന്നത് ഈ കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. യെസ്, അതാണ് അതിന്റെ പുറത്താണ് ഈ ബിസിനസ് ഒക്കെ നടന്നു പോകുന്നത് തന്നെ. നമുക്ക് നമ്മുടെ നിറമല്ല, നമ്മുടെ ശരീരമല്ല, നമ്മുടെ രൂപം. എത്രയോ ആൾക്കാര് ഈ പറഞ്ഞ പോലെ കറുത്തിട്ട് ജനിക്കുന്നുണ്ട്. എന്റെ മോന്റെ അടുത്ത് ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഈത്തപ്പഴം കഴിച്ചാൽ നല്ല നിറം വെക്കും. ഇപ്പൊ നിറമുള്ള ആണുങ്ങളെയാണ് എല്ലാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. കല്യാണം കഴിക്കണമെങ്കിൽ വെളുത്ത നിറമൊക്കെ വേണമെന്ന് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞേ, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് 3ാം ക്ലാസ്സിൽ, അന്ന് 2ാം ക്ലാസ്സിലായിരുന്നു, എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ ആഫ്രിക്കയിലെ ജനങ്ങളൊക്കെ കറുത്തല്ലേ ഇരിക്കുന്നത്, അവർക്കൊക്കെ പെണ്ണ് കിട്ടിയതോ? സത്യം പറഞ്ഞാൽ ഞാൻ വായടച്ചു. അപ്പൊ അങ്ങനെയാണ് കുട്ടികളൊക്കെ ഇപ്പോ പഴയ പോലെയൊന്നും അല്ല. അവര് അവരുടെ കളറൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് നമ്മളായിട്ട് അത് ഇല്ലാതാക്കാതിരുന്നാൽ മതി. അപ്പൊ അതാണ് നമ്മുടെ ആ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നാലും ഇത് കഴിക്കാം, ആരോഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന് കഴിക്കില്ല അങ്ങനെയുള്ള സാധനം. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞതാണ്. വെളുത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെളുത്ത കുട്ടികളെ കാണുമ്പോൾ നല്ല കുഞ്ഞാവ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അപ്പൊ എനിക്ക് തിരിച്ച് മറുപടി കിട്ടി. അപ്പൊ അതാണ്, പിള്ളേരിപ്പോ നേരെ തിരിച്ചാണ്. പഴയ കാലത്തെക്കാളും കുറെ കൂടി പിള്ളേര് ഡേറ്റഡ് ആണെന്നുള്ളതാണ്. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഫീഡ്ബാക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മാം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്രീസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുന്നത് എഫേർട്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ മക്കൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ തന്നെ. അപ്പം ഇവരൊക്കെ എന്ത് ചെയ്താലും എല്ലാവരും അക്നോളജ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും.
ബാക്കിയുള്ളവർ എത്ര മാർക്ക് വാങ്ങിച്ചാലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി ആരുടെ മകനാണ്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, എന്താണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ നോക്കാതെ തന്നെ അവരിടുന്ന എഫേർട്ടിനെയും അവർ കിട്ടുന്ന മാർക്കിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പഠിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അവർക്ക് പിന്നീട് അവർ തന്നെ ഡീമോട്ടിവേറ്റഡ് ആയിപ്പോവും. ഞാൻ എന്തെല്ലാം എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല, ബിക്കോസ് സംബഡി എൽസ് ഈസ് ഗെറ്റിംഗ് ഓൾ ദ എന്താ പറയുക വാല്യൂ അല്ലെങ്കിൽ ഓൾ ദ ക്രെഡിറ്റ്സ് എന്നുള്ളതാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു ബയാസ് നമുക്ക് എങ്ങനെയോ വന്നു പോയിട്ടുണ്ട്. ഇപ്പം വർക്ക് പ്ലേസിലും അങ്ങനെ കാണാറുണ്ട്. ഈ ചില മാനേജേഴ്സിന് കുറേ പെറ്റ്സ് ഉണ്ട്, അവരുടെ ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ടാവും. അവർ എന്ത് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യും, അതേസമയം അവർ തെറ്റ് ചെയ്താൽ അത് മൈൻഡാക്കില്ല. എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എഫേർട്ട് ഇടുന്ന ആളുകളെ അവരത് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യില്ല. ചിലപ്പം ഈ പറഞ്ഞ ജാസ്മിൻ മാം പറഞ്ഞ പോലെ ചിലപ്പോൾ അവരുടെ അപ്പിയറൻസിൻ്റെ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, ലാംഗ്വേജ്, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് പ്ലേസിൽ. ഒരേ ഭാഷ സംസാരിക്കുന്നവർ തമ്മിൽ എപ്പോഴും ഒരു കണക്റ്റ് ആയിരിക്കും. അപ്പം റെസ്പെക്റ്റീവ് ഓഫ് എല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കുകയും വേണം, നമ്മളത് ചെയ്യാൻ വേണം. താങ്ക് യു മാം, നല്ല സെഷനായിരുന്നു. Thank you very much. താങ്ക് യു അബ്ദുൾ സാർ ആൻഡ് വേണു സാർ. ഒരു മാം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ, ആ മാമിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. ആർക്കെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് ഹലോ, ഗുഡ് ഈവനിങ്. ഞാനേ എനിക്ക് വീഡിയോ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ്. പേര് ശ്യാമല. പിന്നെ കുട്ടികളുടെ കാര്യത്തില് എൻ്റെ മകൻ കുറച്ച് കളർ കുറവാണ്, ഞാൻ കുറച്ച് കളർ കുറവാണ്, അപ്പം മോനും കളർ കുറവാണ്. അപ്പൊ വീട്ടില് അച്ഛൻ കളറുണ്ട്, അപ്പൊ വീട്ടിലുള്ള എല്ലാവരും നല്ല കളറുണ്ട്. അപ്പോ ഇവിടുത്തെ കറുപ്പുട്ടി എന്ന് പറയും അച്ഛൻ്റെ അച്ഛൻ മോനോട് എല്ലാ സമയം അങ്ങനെ പറയായിരുന്നു. ഒരു ദിവസം പിന്നെ അവനെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്, അപ്പം ഭഗത് എന്നാണ് പേര്, കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു ദിവസം TV-യിൽ ഒരു പാട്ട് കേട്ടു, എന്തേ കണ്ണൻ ഇത്ര കറുപ്പു നിറം എന്ന പാട്ടാണ്. അപ്പൊ അവൻ കുഞ്ഞാണ്, അപ്പൊ എന്നോട് ചോദിക്കണം, അമ്മേ അതെങ്ങനെയാ അവരറിഞ്ഞമ്മേ ഞാൻ കണ്ണൻ കറുത്തതാണെന്ന് അതെങ്ങനെ അറിഞ്ഞ അമ്മേ? അപ്പം കുട്ടിയുടെ മനസ്സിൽ, കുട്ടിയുടെ ലോകം കണ്ണൻ എന്ന് പറഞ്ഞ ഞാനാണ്, ഞാൻ കറുത്തതാണ്, അപ്പൊ അത് അവരെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത്. അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്തു. അത് എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം എന്ന് പറയുന്ന എന്നെ കുറിച്ചാണ്, ഞാൻ കറുത്തതാണ് എന്നുള്ളത് ഓൾറെഡി അവനങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ വീട്ടിലുള്ളവരൊക്കെ. അത് പിന്നെ ശരിക്കും നമ്മളെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ്, പാരൻസിന്റെ ഗ്രാൻഡ് പാരൻസിന്റെ ഇടയൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സിനെ കുറിച്ച് വളരെ നമുക്ക് അവബോധം കിട്ടുന്ന ഒരു വലിയൊരു സംഗതിയാണ്. മാം അത് പറഞ്ഞപ്പോ എനിക്ക് നന്നായിട്ട് എൻ്റെ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് കിട്ടി. താങ്ക് യു. അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ശ്യാമളാജി ഗുഡ്. ഞാൻ അവിടെ നാട്ടില് വരികയാണെന്നുണ്ടെങ്കിൽ, നാട്ടിൽ വല്ലപ്പോഴും വരുമ്പോൾ അവിടെ ഈ ഇവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയും, കറുപ്പ് നിറം നല്ലതായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് കൃഷ്ണന്റെ നിറം തന്നെ, ഭഗവാന്റെ നിറം തന്നെ ഇതാണ് ശ്യാമവർണ്ണം. അതുകൊണ്ട് നിറം കൃഷ്ണന് വേണമെങ്കിൽ വെള്ള നിറം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ കറുപ്പ് നിറമാണ് നല്ലത് കേട്ടോ ഇത് പറഞ്ഞ് ഞാനങ്ങ് പറയുമ്പോൾ കുറേ പേർക്ക് അത് ഓക്കെ ചിരിക്കും, പക്ഷെ അതോടുകൂടി ആ മെസ്സേജ് കിട്ടും, എന്നുവെച്ചാൽ നിറം ഒരു ഇതല്ല എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. Thank you so much. Actually, your heartfelt stories touched me deeply. And it reminds us that confidence isn't taught, it's nurtured through love and belief, Thank you so much. Very crystal clear ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ LD സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് മാമിന്റെ സെഷൻ. Really happy to know that, Lefna. Thank you. Thank you so much. Thank you, Lefna ma'am.
ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പാരന്റിങ് കോച്ച് എന്ന് പറയുമ്പോൾ മാം ആദ്യമേ തന്നെ പറഞ്ഞു അതെന്റെ പാഷൻ ആണ് എന്ന്. ബിന്ദു മാം ആദ്യമേ പറഞ്ഞു. ഈ പാരന്റിങ് കോച്ചിങ് ക്ലാസ് എടുത്ത പലരും ഉണ്ട്, പല ട്രെയിനേഴ്സും ഉണ്ട്. പക്ഷെ അവര് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കോണ്ടന്റ് എവിടെന്നെങ്കിലും ഒക്കെ തപ്പിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ കണ്ട ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് വന്ന് എടുക്കുക, അങ്ങനെയൊക്കെ പല ആൾക്കാരും പല പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലും പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ എടുക്കുമ്പോൾ ഈ കുട്ടികളെ സാറ് പറഞ്ഞതുപോലെ ഓവർ കോൺഷ്യസ് ആക്കുകയാണ് പാരന്റ്സിനെ, കുട്ടികളെ കുറിച്ചിട്ട് അവരെ ഓവർ കെയർ ചെയ്യാണ്. അല്ലെ, ബാഗ് ചെക്ക് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാരന്റ്സ് അവരുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അറിയണം, അവരുടെ ബാഗ് നമ്മൾ ചെക്ക് ചെയ്യണം, അവരറിയാതെ അവരെ വാച്ച് ചെയ്യണം. അവസാനം ഈ ഒരു ക്യാമറ കണ്ണുകളായിട്ട് ഈ കുട്ടികളുടെ പിറകെ നമ്മൾ പോകും. അപ്പൊ ഇവിടെ ഈ അമ്മ കുറെ എന്തായിട്ടാണ് തിരിച്ചു വരുന്നത്? ഒരു 10 ടെൻഷനായിട്ട് പോകുന്ന അമ്മ 100 ടെൻഷനായിട്ട് തിരിച്ചു വരും ഈ ക്ലാസ് കേട്ട ഉടനെ. പിന്നെ ഒരു പട്ടാള ചിട്ടയായിരിക്കും അവിടെ. അപ്പൊ അത് എവിടെന്നെങ്കിലും കേട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഈ പാരന്റിന്റെ സൈക്കോളജിയും കുട്ടികളുടെ സൈക്കോളജിയും ഒരുമിച്ച് പഠിച്ചിട്ട് അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന പാരന്റിങ് ക്ലാസ് എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ആ പാരന്റിങ് ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു എടുക്കുന്ന ആളിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ അത് കേൾക്കുന്നവർക്കും ആ ക്ലാസ് കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത്. അല്ലാതെ കുറെ ടെൻഷൻ കിലോ കണക്കിന് നമ്മൾ ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ പാരന്റിങ് സൊല്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. പാരന്റിങ് ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ട്യൂഷൻ സെന്ററിൽ സാറ് പാരന്റിങ് ക്ലാസ് വെക്കും. പാരന്റ്സ് പരസ്പരം പറയുന്ന, ആൺകുട്ടികളെ പാരന്റ്സ് ആണ് കൂടുതലും പറയുന്നത്, പരസ്പരം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കിട്ടും, മാർക്ക് ഇങ്ങോട്ട് കാണിക്കട്ടെ. അവർക്കറിയാം അവിടെ നിന്ന് എന്താണ് ഇങ്ങോട്ട് പറയുന്നതെന്ന് അവർക്കറിയാം. അപ്പൊ ഈ മാർക്ക് കുറഞ്ഞതിന് നമുക്ക് എന്ത് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതല്ല, ആ പഴയ ട്രഡീഷണൽ മെത്തേഡിൽ അവർ പഠിപ്പിച്ചു. മാർക്ക് കിട്ടാത്ത കുട്ടികളുടെ പാരന്റ് അവര് ഏറ്റവും ബാക്കിൽ അങ്ങ് പോയിരിക്കും. കാരണം അവർക്കറിയാം അവർക്ക് നല്ലത് കുട്ടികളെ കൊണ്ട് വഴക്ക് കിട്ടും. കുട്ടികളുടെ ഈ ഒരു മാർക്ക് കുറഞ്ഞത് കാരണം, കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കാരണം ഒക്കെ വഴക്ക് കിട്ടും എന്നുള്ളത് ഇവർക്ക് നല്ല അറിയാം. അപ്പൊ ഇവര് പരസ്പരം വന്നിരുന്ന് സംസാരിക്കുന്ന തന്നെ ഇതാണ്. അപ്പൊ ഇവിടെ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഈ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ്, അതിനുള്ള ടിപ്സുകളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ പറയുന്ന പോലെ കുറെ ടെൻഷൻസ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് സൊല്യൂഷൻ ആയിട്ടാണ് അമ്മ വീട്ടിൽ വരുന്നതെങ്കിൽ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലെ? അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ മാമിന്റെ പല ക്ലാസ്സുകളും നമുക്ക് അത്രയും ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കുറെ അധികം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് മാം എപ്പോഴും ക്ലാസ് എടുക്കുന്നത്. ആദ്യമേ പറഞ്ഞു പാരന്റിങ് സെഷനാണ് എന്റെ പാഷൻ. ആ പാഷനോട് ചെയ്യുന്ന ആളിന് മാത്രമേ ആ ഒരു രീതിയിൽ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എനിക്കൊരു ട്രെയിനർ ആകണം എന്ന് കരുതിയിട്ട് ചുമ്മാ ഒരു പാരന്റിങ് സെഷൻ കൊടുക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ പുസ്തകത്താളിൽ നോക്കി വായിക്കാനേ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ മറ്റുള്ള പാരന്റിങ് ക്ലാസ്സുകൾ എടുത്തപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ നമ്മുടെ ജോളി മാം ക്ലാസ് എടുത്ത സമയത്ത് അവരൊരു സ്പെഷ്യൽ പാരന്റ് ആണ്. അപ്പോൾ അവരെ ഓരോ പോയിന്റ്സ് പറയുമ്പോഴും അവർ പഠിച്ച ഓരോ പോയിന്റ്സ് അവർ പറയുമ്പോഴും ആ ഓരോ പോയിന്റിനും അവർ കണക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അത് ശരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഈ ലൈഫ് എക്സ്പീരിയൻസ് കൂടി ചേർത്ത് കുറെ സൊല്യൂഷൻസും കൂടി നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ ക്ലാസ് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് മാമിന്റെ ക്ലാസ്സിനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇതിനേക്കാൾ നല്ലൊരു ഫീഡ്ബാക്ക് മാമിന്റെ ക്ലാസ്സിൽ എനിക്ക് ഇനി പറയാൻ ഐ ഹാവ് നോ വേർഡ്സ്. അപ്പോ ഇതുവരെ ഇതിനകത്ത് നിങ്ങൾ ഓരോരുത്തരും ആദ്യം മുതലേ ജോയിൻ ചെയ്തവരൊക്കെ ഇതിനകത്ത് കേട്ടിരുന്നു. അതുപോലെ ഫീഡ്ബാക്ക് ഒരുപാട് പേര് പറഞ്ഞു. അതുപോലെ നമ്മുടെ 21st ബാച്ചിലെ നമ്മുടെ സിമി മാം നന്നായിട്ട് ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ പോലെ തന്നെയാണ് ആ ഒരു ഇൻട്രോ കൈകാര്യം ചെയ്തത്. മാമിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതുപോലെ ഇന്ന് ക്ലാസ് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ച നമ്മുടെ ബിന്ദു മാമിനും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അപ്പൊ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം നമുക്കൊക്കെ ഒരുക്കി തന്ന നമ്മുടെ വിംബിൾ അക്കാഡമി, അതുപോലെ വിംബിൾ അക്കാഡമി ഫൗണ്ടർ മിസ്റ്റർ ഫൈസൽ സിയെ, അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് നമ്മുടെ മോർണിംഗ് ക്ലബിലായാലും അല്ലാതെയൊക്കെ. ഓരോ പേരെടുത്ത് പറയുമ്പോൾ മിസ്സായി പോകുന്ന ഭയമുണ്ട്. അത്രയ്ക്കും ട്രെയിനേഴ്സ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ലി ടോക്കിംഗ് ആണ് എപ്പോഴും നടക്കുന്നത്. നമ്മുടെ വിംബിൾ മോർണിംഗ് സർക്കിളിലെ ട്രെയിനേഴ്സ് തമ്മിലായാലും തമാശയും കാര്യങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അത് പറയാതിരിക്കാൻ വയ്യ, വാക്കുകളില്ല എനിക്ക് പറയാൻ. എനിവേ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. Thank you, Jasmine ma'am, for the lovely feedback. Really appreciate it. Thank you very much. It makes my day. Okay, ma'am. And a good night. Thank you everyone for joining in. Thank you. Good night, you all. Thank you.